ഡിയർ സ്റ്റുഡൻസ്, ഓൾറെഡി +2 റിസൾട്ടൊക്കെ വന്ന് ഇനി കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നവരാണോ നിങ്ങൾ? നഴ്സിംഗ് അഡ്മിഷൻ, പാരാമെഡിക്കൽ കോഴ്സസ് അഡ്മിഷൻ എന്നിവ LBS ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇതുവരെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടില്ല, ബട്ട് ഉടൻ തന്നെ ജൂൺ മാസത്തിൽ ഇത് സ്റ്റാർട്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് സ്റ്റുഡൻസ് എല്ലാം ഇപ്പോഴേ എല്ലാ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കണം. LBS ത്രൂ അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കംപ്ലീറ്റ് പ്രോസസ്സ് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് LBS ത്രൂ അഡ്മിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അഡ്മിഷൻ പ്രോസസ്സ്, രജിസ്ട്രേഷൻ, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, റാങ്ക് ലിസ്റ്റ് എങ്ങനെ വരും, അതിൻ്റെ കൂട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ, പ്രയോറിറ്റി കോഴ്സസും കോളേജസും എങ്ങനെ പ്രയോറിറ്റി അനുസരിച്ച് അറേഞ്ച് ചെയ്യാം എന്നൊക്കെ നോക്കാം. പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ ഘട്ടങ്ങൾ എങ്ങനെയാണ്, പിന്നെ ലാസ്റ്റ് അഡ്മിഷൻ എങ്ങനെ എടുക്കണം എന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ LBS അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ അവർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ +2ൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് PCB മാർക്സിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഓൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ ഗ്രേസ് മാർക്കും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. ഓൾറെഡി എനിക്ക് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് CBSE സ്റ്റുഡൻസിനോടാണ്. CBSE റിസൾട്ട് പ്രാവശ്യം എല്ലാവർക്കും അറിയാം, നല്ല ടഫായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് CBSE പഠിച്ച ഒരുവിധം കുട്ടികൾക്കൊക്കെ റിസൾട്ട് ടഫായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും LBS ത്രൂ അഡ്മിഷൻ എടുക്കാതിരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളും അപ്ലിക്കേഷൻ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഓൾറെഡി CBSE പഠിച്ച കുട്ടികൾക്കെല്ലാം തന്നെ ടഫായതുകൊണ്ട് നിങ്ങൾക്കും ഒരു ചാൻസ് കിട്ടായികയില്ല. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാർക്ക് നല്ല കുറവുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും പുറത്തുള്ള, അതായത് കേരളത്തിന് പുറത്തുള്ള കോളേജസിൽ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അപ്പോളോ ഒക്കെ ഓൾറെഡി അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള കോളേജസിലൊക്കെ അപ്ലൈ ചെയ്യാം. പുറത്തുള്ള ഏത് കോളേജസിലായാലും നിങ്ങൾക്ക് അങ്ങനെ നല്ല കോളേജസ് ആണോ എന്ന് നോക്കി ഏജൻസിൻ്റെ അടുത്ത് ഫേക്ക് ഏജൻസിയിലൊന്നും പറ്റിക്കപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്ക് കുറവുള്ള ഏത് കുട്ടികൾക്കും പുറത്തോ അല്ലെങ്കിൽ നല്ല കുറവുള്ള കുട്ടികളോടാണ് പറയുന്നത്, അഡ്മിഷൻ എടുക്കാൻ തീർച്ചയായും ശ്രമിക്കണം. ഇനി നമുക്ക് LBS അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷനാണ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായാൽ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണം. അതായത് ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ ജൂൺ മന്തിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ വെബ്സൈറ്റ് ഏത് വെബ്സൈറ്റിലാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്ന് ഞാൻ വെബ്സൈറ്റൊക്കെ ഇവിടെ കൊടുക്കാം. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എന്നിവ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സിലും ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. LBS ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ തന്നെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് അതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് അവർ റിക്വയർ ചെയ്യുന്ന കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സും നിങ്ങൾ റെഡിയാക്കി അപ്ലോഡ് ചെയ്യണം. പിന്നെ ഡോക്യുമെൻറ്റ്സിൽ പ്രത്യേകം പറയാനുള്ള, റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നേരത്തെ നിങ്ങൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പം തന്നെ റെഡിയാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ തന്നെ ഒരു അപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. 800 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് അടയ്ക്കേണ്ടത്. ST കാറ്റഗറിക്കൊക്കെ 400 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അത് ആ ടൈമിൽ തന്നെ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ടതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ നടക്കും. അതിനുശേഷം LBS ഡാഷ്ബോർഡിൽ വെരിഫൈഡ് എന്ന് ഒരു ഗ്രീൻ കളറിൽ കാണിക്കും. ചിലപ്പോൾ അത് ഉടനെ തന്നെ വരില്ല, കുറച്ച് ഡേയ്സ് എടുക്കും. അതുകൊണ്ട് ഡെയിലി ഡാഷ്ബോർഡ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.
ഇനി നിങ്ങളുടെ വെരിഫിക്കേഷൻ എല്ലാവർക്കും വെരിഫൈഡ് വന്നു, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് വെരിഫൈഡ് വരാത്ത പക്ഷം റിമാർക്ക് സെക്ഷനിൽ പ്രോബ്ലം എന്താണെന്ന് കാണിക്കും. അതിലൊരു റിമാർക്ക് സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മിസ്റ്റേക്കോ റോങ് ഡീറ്റെയിൽസോ അൺക്ലിയർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ തുടങ്ങിയ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്ഷൻ ചെയ്യാൻ നിങ്ങൾക്കൊരു നിശ്ചിത ടൈം ലിമിറ്റ് തരും. ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ കറക്ഷൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ്സ് ഏത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റാണ്. വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. ആദ്യം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരും. അതിൽ തന്നെ ഏകദേശം നിങ്ങളുടെ റാങ്ക് അറിയാൻ പറ്റും. അതായത് 2 ടൈമായിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ആദ്യം ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരും, പിന്നെയാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതിൽ ആദ്യം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ, അതായത് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനിലോ റാങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ തോന്നുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈം അവർ തരും. അതിനുശേഷം കറക്ഷൻ കഴിഞ്ഞിട്ട് ഒഫീഷ്യലായിട്ടുള്ള ലാസ്റ്റ് ഞാൻ പറയില്ലേ സെക്കൻഡ് റാങ്ക് ലിസ്റ്റ്, സെക്കൻഡ് ടൈം, അതാണ് ഒഫീഷ്യൽ റാങ്ക് ലിസ്റ്റ്, അത് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ റിസർവേഷൻ കാറ്റഗറി സ്റ്റുഡൻസിന് കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് കൂടി ഉണ്ടാവും. അതായത് റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് അവരുടെ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ റാങ്ക് കുറവായാലും റിസർവേഷൻ പെർസെൻറ്റേജ് അനുസരിച്ച് അഡ്മിഷൻ ചാൻസ് ലഭിക്കും. വൺസ് റാങ്ക് ലിസ്റ്റ്, മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആൻഡ് പ്രയോറിറ്റി കോഴ്സസ് കോളേജ് എന്നിവ പ്രയോറിറ്റി അനുസരിച്ച് അറേഞ്ച് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഉള്ളത്. അതിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങൾക്കിപ്പം മൾട്ടിപ്പിൾ കോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് BSc നഴ്സിങ്ങും അല്ലെങ്കിൽ BSc ഫിസിയോതെറാപ്പി, അത് രണ്ടും നിങ്ങളുടെ ചോയ്സ് ആണെങ്കിൽ ആദ്യം നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഏത് കോഴ്സാണ് കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ആ കോഴ്സ് പ്രിഫർ ചെയ്യുക. അതായത് എക്സാമ്പിൾ, ആദ്യം BSc നഴ്സിംഗ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ BSc നഴ്സിങ്ങിന് നിങ്ങൾ ഏതൊക്കെ കോളേജസാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അതൊക്കെ പ്രയോറിറ്റി ചെയ്തിട്ട് 1, 2, 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പ്രയോറിറ്റൈസ് ചെയ്ത് കോളേജസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ മുഴുവൻ ആ കോളേജസിൻ്റെ മുഴുവൻ പ്രയോറിറ്റി ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ, എന്നിട്ട് പിന്നെ മാത്രമാണ് മറ്റു കോഴ്സുകളും അതിൻ്റെ കോളേജസൊക്കെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കോളേജ് പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡ്രീം കോളേജസ് ആദ്യം വെക്കണം എന്ന് പറഞ്ഞല്ലോ. അതായത് നിങ്ങൾ ഇനി എത്ര മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് ആ കോളേജസ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഡ്രീം കോളേജസ് എല്ലാം തന്നെ ലിസ്റ്റിൽ വെച്ചതിന് ശേഷം മാത്രമേ താഴോട്ടുള്ള മറ്റു കോളേജസ് വെക്കാൻ പാടുള്ളൂ. കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജസിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജസ്, അതായത് സിമറ്റ്, CPAS, കേപ്പ് കോളേജസ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ട്, പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള പോപ്പുലറായിട്ടുള്ള പ്രൈവറ്റ് കോളേജസിൽ നിങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ എന്തായാലും LBS ത്രൂ അഡ്മിഷൻ കിട്ടുമ്പോൾ ഫീസ് റിഡക്ഷൻ കിട്ടും. എന്നിരുന്നാലും പ്രൈവറ്റ് കോളേജസിൽ ഒരു ഫീസ് ഉണ്ടാവുമല്ലോ, അത് കൊടുക്കാൻ പറ്റുന്നവരാണ്, ഏബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ സ്വന്തം ജില്ലയിലുള്ള പ്രൈവറ്റ് കോളേജസ് സെലക്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കോഴിക്കോടുള്ള കുട്ടിയാണെങ്കിൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കോഴിക്കോട് വെക്കാം. അതിൻ്റെ തൊട്ടടുത്ത് ഏതൊക്കെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസ് തൊട്ടടുത്ത് മലപ്പുറത്ത്, അവിടെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതൊക്കെ വെച്ചിട്ട് പിന്നെ നിങ്ങൾ അതിനനുസരിച്ച് പിന്നെ സിമറ്റ് കോളേജസ് വെക്കാം, CPAS കോളേജസ് വെക്കാം, കേപ്പ് കോളേജസ് വെക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കോഴിക്കോടുള്ള കുട്ടിയാണെങ്കിൽ ബേബി മെമ്മോറിയൽ കോളേജസ് വെക്കാം, മിംസ് വെക്കാം. അങ്ങനെ ഇഷ്ടമുള്ള കോളേജസൊക്കെ വെച്ചതിന് ശേഷം അടുത്ത നിങ്ങളുടെ വേറെ കോളേജസൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. കോളേജസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം സൂക്ഷിച്ച് വേണം. ആ കോളേജിനെ പറ്റി ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് വേണം കോളേജസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫീസും എല്ലാം കൂടെ, അപ്പോൾ ഗവൺമെൻറ് കൺട്രോൾഡ്, ഗവൺമെൻറ് മാനേജ്ഡ് കോളേജസൊക്കെ ഫീസ് പിന്നെയും കുറവുണ്ടാവും. നോർമൽ പ്രൈവറ്റ് കോളേജസിനേക്കാളും ഫീസ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ. അപ്പോൾ മാക്സിമം നമ്പേഴ്സ് ഓഫ് കോളേജ് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം.
ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നിങ്ങളിപ്പം പ്രൈവറ്റ് കോളേജസ് ആണ്, നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പ്രൈവറ്റ് കോളേജസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റലും മെസ് ഫീസും ഒഴിവാക്കി കിട്ടും. അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കോളേജ് ഓപ്ഷൻ കൊടുക്കുക. വെറും ഗവൺമെൻറ് എന്നുള്ള കൺസെപ്റ്റ്, ഗവൺമെൻറ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അല്ലാതെ ഇങ്ങനെയൊരു ചാൻസ് കൂടെ ഉണ്ട് എന്നുള്ളത് ഓപ്ഷൻ വെക്കുമ്പോൾ ഓർക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അലോട്ട്മെൻ്റ് ആണ്. അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പം ഫസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി നിങ്ങളിപ്പം കൊടുത്ത പ്രയോറിറ്റൈസ് ചെയ്ത കോളേജ് നിങ്ങൾക്കൊരു ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നിങ്ങളുടെ റാങ്കിന് നിങ്ങൾക്ക് ഏത് കോളേജസിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ആ സമയത്ത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോളേജസ് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത കോളേജ് മാത്രമേ അതിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ വരുള്ളൂ. പിന്നെ ഏതെങ്കിലും LBS പുതുതായിട്ട് കോളേജസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ വർഷം മുതൽ ഇന്ന കോളേജസ് കൂടെ LBS ത്രൂ അഡ്മിഷൻ ആഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനത്തുള്ള കോളേജസ് മാത്രം നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ആഡ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാവും. അല്ലാതെ പ്രയോറിറ്റൈസ് ചെയ്ത് ഓൾറെഡി കോളേജ് ഓപ്റ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് പിന്നെ ചേഞ്ച് വരുത്താൻ പറ്റില്ല. അതായത് നിങ്ങളുടെ ഓപ്റ്റ് ചെയ്ത കോളേജ് അല്ലാതെ വേറെ കോളേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം തൊട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആയിട്ട് വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് മോസ്റ്റ്ലി അലോട്ട്മെൻറ്റ് നടക്കുക. പിന്നെയും സീറ്റുകൾ ഉണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിട്ട് ലാസ്റ്റ് നടത്തുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നു. അപ്പോൾ നിങ്ങളുടെ റാങ്കിനനുസരിച്ച് അതിലൊരു കോളേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ടോക്കൺ ഫീസ് കൊടുത്ത് നിങ്ങളുടെ സീറ്റ് ഭദ്രമാക്കേണ്ടത് ആവശ്യമാണ്. ഈവൻ ആ കോളേജ് നിങ്ങൾക്ക് ഇത് ഒരു 12ാമത്തെ കോളേജാണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ 12ാമത് പ്രയോറിറ്റൈസ് ചെയ്തൊരു കോളേജാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് അത് വലിയ ഇഷ്ടമില്ലാത്ത കോളേജ് ആണെങ്കിൽ പോലും നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ തീർച്ചയായും ആ കോളേജ് ടോക്കൺ ഫീസ് കൊടുത്ത്, അതായത് അതെല്ലാം അപ്ലിക്കേഷൻ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഇഷ്ടമില്ലാത്ത കോളേജ് ആണെങ്കിൽ പോലും നിങ്ങൾ ആ കോളേജ് ഓപ്റ്റ് ചെയ്ത് ആ കോളേജ് എടുത്തിട്ട് ടോക്കൺ ഫീസ് കൊടുത്ത് നിങ്ങളുടെ സീറ്റ് ഭദ്രമാക്കേണ്ടതാണ്. ടോക്കൺ ഫീസ് ഗവൺമെൻറ് കോളേജസിൽ 23,000, അറൗണ്ട് 23,000, പ്രൈവറ്റ് കോളേജസിൽ 25,000 ആണ് വരുന്നത്. റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 1,000 റുപ്പീസാണ് ടോക്കൺ ഫീ വരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പം, ഇപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഒരു 12ാമത്തെ അലോട്ട്മെൻറ്റാണ്, 12ാമത്തെ നിങ്ങളുടെ പ്രയോറിറ്റൈസ് ചെയ്ത കോളേജാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയതെങ്കിൽ അതിൻ്റെ താഴോട്ടുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് കോളേജ്, അതായത് നിങ്ങൾ 12, 13 ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്ത കോളേജ് 12ന് താഴോട്ടുള്ള കംപ്ലീറ്റ് കോളേജസും ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും. പിന്നെ 12ന് മേലോട്ടുള്ള കോളേജസ്, അത് 1 to 12 മാത്രമേ നിങ്ങളുടെ ഈ ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വെയിറ്റ് ചെയ്യുക. തേർഡ് അലോട്ട്മെൻറ്റിൽ നല്ല കോളേജ്, അതായത് ഈ 1 to സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു 8th കോളേജ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. തേർഡ് അലോട്ട്മെൻറ്റിൽ മേ ബി നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല കോളേജ്, നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തതിൽ നല്ലൊരു കോളേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, എല്ലാവർക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് തന്നെ കോളേജസ് കിട്ടണമെന്നില്ല. നിങ്ങളുടെ മാർക്ക് അനുസരിച്ചാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതായത് നല്ല മാർക്കുള്ള സ്റ്റുഡൻസിനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടും, പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ്, അങ്ങനെ. ഇനിയിപ്പം സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് നിങ്ങൾക്ക് ഓൾറെഡി അത് ഫിക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നേരത്തെ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയി പോകും. അതായത് താഴേക്കുള്ള പ്രയോറിറ്റി ചെയ്ത കോളേജ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും. പക്ഷേ മേലോട്ടുള്ള കോളേജസ് നിങ്ങൾക്ക് മാനുവലി റിമൂവ് ചെയ്യാൻ പറ്റും. അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഫിക്സ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലി നിങ്ങളുടെ പ്രയോറിറ്റീസ് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അലോട്ട്മെൻറ്റൊക്കെ നടന്നതിന് ശേഷം
നിങ്ങളോട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലുള്ള കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി, അതായത് ഫിസിക്കലി നിങ്ങൾ അവിടെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ കോപ്പീസും വെച്ചിട്ട് ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.